السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പറഞ്ഞ വദക്കിർഹും ബി അയ്യാമില്ലാഹ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അത്തഹരീർ വത്തൻവീർ എന്ന തഫ്സീറിൽ വമിൻഹു അഖദൽ ഉലമാഉ, ഈ ആയത്തിൽ നിന്നാണ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഓരോ വാർഷികത്തിലും ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം ഒക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരായത്താണ്. ഈ മൗലിദുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥരചനകൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഹാഫിളും മുഹദ്ദിസീങ്ങളുമായ നിരവധി പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മിലാദുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ബഹുമാനപ്പെട്ട ഇമാം മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മൗലിദുർ റബി ഫിൽ മൗലിദിൻ നബവി എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊക്കെ പരിചയമുള്ള പണ്ഡിതനാണ്, ഹാഫിളാണ്. നിരവധി ഹദീസുകൾ മനപ്പാടമുള്ള മുഫസ്സിറായ ഒരു തഫ്സീർ തന്നെ അവർക്കുണ്ട്. തഫ്സീറിന്റെ പേരാണ് അൻവാറുൽ ഖുർആൻ വ അസ്റാറുൽ ഖുർആൻ. മുഹദ്ദിസാണ്. നിരവധി ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അവരുടെ അൽ മൗലിദുർ റബി ഫിൽ മൗലിദിൻ നബവി എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ ഈ മൗലിദ് ആഘോഷം അനുവദനീയമാക്കിക്കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഓരോ വാർഷികവും വരുമ്പോൾ എന്ന് പറഞ്ഞ ആ സംഭവം എടുത്തു ഉദ്ധരിച്ചതിന് ശേഷം മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഖുൽതു, ഞാൻ പറയുന്നു, വഫീ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കിലുണ്ട്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന സൂറത്ത് തൗബയിലെ ആയത്താണിത്. ഈ ആയത്തിലുണ്ട് ഇഷ്ആറും ബിദാലിക, ഈ കാര്യം അറിയിക്കുന്ന ഒരു അറിയിപ്പ് ഇതിൽ ഉണ്ട്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം, ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നൽകിയതിന്റെ മേൽ, ആ ഗുണത്തിന്റെ മേൽ നന്ദി ചെയ്യുക എന്നത് ഈ ആയത്തിൽ നമുക്ക് വ്യക്തമാണ്. കാരണം ലഖദ് ജാഅകും റസൂലും, നിങ്ങൾക്ക് റസൂല് വന്നിരിക്കുന്നു എന്നാണ്, വരവ് ആ ജന്മദിനത്തിനെയാണ് കുറിക്കുന്നത് എന്ന് അവർ പറയാണ്. എന്നിട്ട് അതിനോടനുബന്ധിച്ചുകൊണ്ട് പറയാണ് ഈമാഉൻ ഇലാ തഅലീമി വഖ്തി മജീഇ ഹുനാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വരവിന്റെ ആ സമയത്തിനെ ബഹുമാനിക്കലും കൂടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മുല്ല അൽ ഖാരി റഹ്മത്തുള്ളാഹി ജന്മദിനം അത് ആഘോഷിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നു, ബഹുമാനപ്പെട്ട സാഹിദും ഖുതുബത്തും, തുടരപ്പെടേണ്ട ആളും അതുപോലെ തന്നെ അൽ മുഅമ്മർ, നല്ല വയസ്സുള്ള പണ്ഡിതനുമായ അബൂ ഇസ്ഹാഖ് ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു, അവര് ലമ്മാ കാന ബിൽ മദീനത്തിൻ നബവിയ, മദീനയിലായിരുന്നപ്പോ കാന യഅമലു തആമൻ ഫിൽ മൗലിദിൻ നബവി, ഈ മൗലിദ് ആഘോഷത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. വയതുഇമുൻ നാസ, ജനങ്ങൾക്കൊക്കെ ഭക്ഷിപ്പിക്കും. വയഖൂലു, എന്നിട്ട് പറയും, ലൗ തമക്കൻതു, എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അമിൽതു ബിതൂലി ശഹരി കുല്ലി യൗമിൻ മൗലിദ, ഓരോ ദിവസവും, ഈ മാസത്തിലെ ഓരോ ദിവസവും ഞാൻ മൗലിദ് ആഘോഷിക്കുമായിരുന്നു, ഞാൻ ഇത് ആഘോഷിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ജമാഅ പറയുന്നതായിട്ട് ഇമാം മുല്ല അൽ ഖാരി ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഖുൽതു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, വഅന ലമ്മ അജസ്തു അനിൽ ളിയാഫത്തി സൂരിയ, ഈ രൂപത്തിലുള്ള, ഇങ്ങനെ പണം ചെലവാക്കിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഈ രൂപത്തിലുള്ള കാര്യത്തിൽ തൊട്ട് ഞാൻ അശക്തനായതുകൊണ്ട്, എന്ന് വെച്ചാൽ എനിക്ക് പണമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്, കത്തബത്തു ഹാദിഹിൽ ഔറാഖ്, ഈ വരികളെ, നിങ്ങളെ മുന്നിലിരിക്കുന്ന ഈ കിതാബിന്റെ പേജുകൾ ഞാൻ എഴുതിയിരിക്കുകയാണ്, ലിതസീറ ളിയാഫത്തൻ മഅനവിയ നൂരിയ മുസ്തമിറ അലാ സഫഹാത്തിദ്ദ, കാലങ്ങളിലുടനീളം എന്നും ഒരു പ്രകാശിക്കുന്ന
ഒരു ആശയപരമായ ഒരു റിയാഫത്ത്, ഒരു വിരുന്നായിട്ട്, ഭക്ഷണമല്ല, ഒരു കിതാബായിട്ട് നിങ്ങൾക്ക് ഞാനിത് സമ്മാനിക്കുകയാണ്. വസമ്മൈതുഹു അൽ മൗരിദ് റവി, ഇതിന് ഞാൻ അൽ മൗരിദ് റവി എന്ന് പേര് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മുല്ലാ അൽ ഖാരി റളിയല്ലാഹു അൻഹു ആണ് ഈ മൗലിദ് ആഘോഷത്തിന് സമ്മതിക്കുകയും അതിന് ആയത്തോതുകയും ചെയ്തിട്ടുള്ളത് എന്ന് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇമാം മുല്ലാ അൽ ഖാരി നേരത്തെ പറഞ്ഞതുപോലെ മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, ഹാഫിളാണ്. ഇനി ഇതേ സംഭവം ഈ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്ത് തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അൽ മൗരിദുൽ ഹനി ഫിൽ മൗലിദുസ് സനി എന്ന് പറയുന്ന ഇമാം ഹാഫിൽ ഇറാഖി, ബഹുമാനപ്പെട്ട ഇമാം ഇറാഖി റളിയല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. അവിടെ ഇമാം ബൈഹഖിയുടെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, ഖാല അൻ ജഅഫർ ബിൻ മുഹമ്മദ് അൻ അബീഹി ഫീ ഖൗലിഹി തആല ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന റഹീം വരെയുള്ള ആയത്ത്, ഖാല അവരുടെ പിതാവ് മുഹമ്മദ് എന്നവർ പറയാണ്, ലം യുസിബുഹു ഷൈഉൻ മിൻ വിലാദത്തിൽ ജാഹിലിയ്യത്തി വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജതു മിൻ നികാഹിൻ ഗൈരി സിഫാ, ഞാൻ വ്യഭിചാരത്തിൽ ഉണ്ടായതല്ല, ഞാൻ ശരിക്കും നിക്കാഹിലൂടെയാണ് ഞാൻ പ്രസവിച്ചിട്ടുള്ളത്. ജാഹിലിയത്തിന്റെ ആ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒന്നും എന്ന് വെച്ചാൽ തിന്മകളോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ലഖദ് ജാഅക്കും എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി ഇറാഖി പറയാണ്. അത് മാത്രമല്ല, ഇതിന്റെ അർത്ഥം കൂടി ബഹുമാനപ്പെട്ട ഇമാം മുല്ലാ അൽ ഖാരി തങ്ങൾ പറയാണ്, വഅലം അന്ന ഫീ ഖൗലിഹി ലഖദ് ജാഅക്കും റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് റസൂൽ എന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജന്മനാ റസൂലാണോ? ജനിക്കുന്നത് റസൂലായിട്ടല്ലല്ലോ. അപ്പൊ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഐ റജുലുൻ മൗസൂഫുൻ ബി വസ്ഫിൻ നുബുവ, ഇനി ഭാവിയിലൊരു എന്താണ് നബിയാണ്, ആ വസ്ഫുള്ള ആളാണ് ഇനി വരാൻ പോകുന്നത് എന്ന അർത്ഥത്തിലുമാവാം. അല്ലെങ്കിൽ തന്നെ ചില ഉദ്ധരികളെ ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഹദീസുണ്ട്, ഇന്നി മക്തൂബുൻ ഇൻദല്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഖാത്തമുൻ നബിയീൻ വ ഇന്ന ആദമ ലമുൻജദിലും ഫീ തീനത്തി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ആ കളിമണ്ണിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇടപെട്ട ആ സന്ദർഭത്തിൽ തന്നെ നബിയാണെന്ന അർത്ഥത്തിൽ ജനിക്കുമ്പോൾ തന്നെ റസൂലാണ് എന്ന അർത്ഥവും കൊടുക്കാം. ഇത് ഭാവിയിൽ റസൂലാണ് എന്ന ആ മആലിലേക്ക്, ഇനി ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടും അർത്ഥം കൊടുക്കാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള തുർമുദി ഇമാമിന്റെ ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴാണ് നബിയോട് തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതെന്ന മറുപടിയിൽ ആദമു ബൈന റൂഹി വൽ ജസദ് എന്ന ഹദീസുകൾ കാണാം. ഈ സമാനമായ പദങ്ങളിൽ തന്നെ അസലില്ലാത്ത ഹദീസുകളും വന്നിട്ടുണ്ട്. നമ്മൾ അസലുള്ള ഹദീസുകളാണ് പറഞ്ഞത്. ഇമാം ഇറാഖി തങ്ങൾ പറഞ്ഞതും ഇമാം മുല്ലാ അൽ ഖാരി തങ്ങൾ പറഞ്ഞതുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാർ ഈ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്നതിന് ആ വരവ് അത് ജന്മദിനമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.